മധ്യവേനൽ അവധി കഴിഞ്ഞ സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുന്നു. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 2.5 ലക്ഷത്തോളം കുട്ടികളാണ് ഇക്കുറി 1ാം ക്ലാസ്സിലെത്തുക എന്നാണ് വിലയിരുത്തൽ. ആദ്യ ആഴ്ചകളിൽ പാഠപുസ്തക പഠനമല്ല എന്നതും ഈ അധ്യയന വർഷത്തിന്റെ പ്രത്യേകതയാണ്. പ്രവേശനോത്സവ വിശേഷങ്ങളുമായി കോഴിക്കോട് നിന്ന് അഭിന പി ചിറക്കലും കൊച്ചിയിൽ നിന്ന് വിനയ രാജും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് കൊച്ചിയിലെ പ്രവേശനോത്സവ വിശേഷങ്ങളിലേക്ക് പോയി വരാം. വിനയ, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി, കുട്ടികൾ സ്കൂളുകളിലേക്ക് എത്തി തുടങ്ങിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ട് കുരുന്നുകൾ ഇതിനോടകം തന്നെ സ്കൂളിലേക്ക് പ്രവേശനം നടത്തിയിട്ടുണ്ട്. 9 മണിയോടെയാണ് ഔദ്യോഗികമായിട്ടുള്ള പ്രവേശനോത്സവത്തിന് തുടക്കമാകുന്നത്. അതിന്റെ ഒരുക്കങ്ങൾ തന്നെയാണ് കാണുന്നത്. ഈ കുട്ടികളെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ എറണാകുളം ഗേൾസ് സ്കൂളിലാണ്. ഈ ഗേൾസ് സ്കൂൾ 9 മണിയോടുകൂടിയാണ് ഈ പ്രവേശനോത്സവ പരിപാടികളടക്കം തന്നെ ആരംഭിക്കുന്നത്. ഇത്തവണ ഈ സ്കൂളിൽ LP, നഴ്സറി LP വിഭാഗങ്ങളിലായി 50ലധികം കുട്ടികളാണ് ജോയിൻ ചെയ്യുന്നത്. 1ാം ക്ലാസ്സിൽ മാത്രമായി 25 പേരാണ്. 1ാം ക്ലാസ്സിൽ മാത്രമായി 25 പേരും നഴ്സറിയിൽ 22 പേരുമാണ് ഇത്തവണ ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുന്നത്. TJ വിനോദ് MLA ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിനോടകം തന്നെ കുട്ടികളടക്കം തന്നെ എത്തിയിട്ടുണ്ട്. പുത്തൻ ഡ്രസ്സൊക്കെ പുത്തൻ ഡ്രസ്സ് ഇട്ടിട്ടാണെങ്കിലും കൂടാതെ തന്നെ ഇടവേളയ്ക്ക് ശേഷം കൂട്ടുകാരെ കാണുന്ന സന്തോഷമടക്കം ഇവരുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുരുത്തോല വെച്ചെല്ലാം തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. പ്രധാനമായ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഓഡിറ്റോറിയത്തിലടക്കം തന്നെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കുട്ടികളടക്കം തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോരുത്തരും വലിയ തിരക്കിൽ തന്നെയാണ്. കാരണം പ്രവേശനോത്സവം ആരംഭിക്കാൻ ഇനിയും 10 മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. 9 മണിയോടുകൂടിയാണ് ഈ പരിപാടി അടക്കം ആരംഭിച്ചത്. എന്താ പേര്? സെഫാനിയ. എത്രയല്ല പഠിക്കുന്നത്? 6ാം ക്ലാസ്സിലോട്ട്. 6ാം ക്ലാസ്സിലോട്ട്. ഈ അവധി എങ്ങനെ ഉണ്ടായിരുന്നു? സ്കൂളിലോട്ട് വരാൻ മടി ഉണ്ടായിരുന്നു അന്ന്? ഇല്ല. ഫ്രണ്ട്സിനൊക്കെ കണ്ടോ? ഞാൻ പുതിയ സ്കൂളിലേക്കാണ്. അപ്പൊ ഫ്രണ്ട്സ് ഒന്നും ഇല്ല? ഇല്ലേ? ഫ്രണ്ട്സിനെ കണ്ടെത്തണ്ട നമുക്ക്. എന്തായിരുന്നു പേര് പറഞ്ഞേ? സെഫാനിയ. സഫാനിയ. എന്തായാലും ഇവിടെ ഒരുക്കങ്ങളടക്കം പൂർത്തിയായിട്ടുണ്ട്. കുട്ടികളടക്കം ഇപ്പോൾ ഇതിനടക്കം തന്നെ വന്നിരിക്കുന്നുണ്ട്. പ്രധാന ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നുണ്ട്. ഒരു കൂട്ടം ആളുകൾ ഇരിക്കുന്നുണ്ട് നമ്മുടെ കൂടെ. എന്തായാലും നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടേണ്ട ആവശ്യമില്ല. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഐശ്വര്യ. എത്രയല്ല പഠിക്കുന്നേ? 3ൽ പഠിക്കുവാണോ? വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവധിക്കാലമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചോ? കളിച്ച് ചിരിച്ച് ആഘോഷിച്ചോ? എങ്ങോട്ടൊക്കെ പോയി? നാണോ? ഫ്രണ്ട്സിനൊക്കെ കണ്ടോ? വന്നിട്ടില്ലേ? അവരെ കാണണ്ടേ? വിളിച്ചില്ലേ? എന്താ പറഞ്ഞ ഫ്രണ്ട്സ്? വരാന്ന് പറഞ്ഞോ? ഒരു പാട്ട് പാടാൻ അറിയോ? ഒരു പാട്ട് പാടുവോ? ഇല്ലേ? പാട്ട് പാടില്ലേ? ആരുടെ കൂടെ വന്നേ സ്കൂളിക്ക്? അമ്മയുടെ കൂടെയാണോ വന്നേ? നിങ്ങളുടെയൊക്കെ പേരെന്താ? മരിയ. എത്രയല്ല പഠിക്കുന്നത്? 8ലൊക്കെ. ഇതെങ്ങനെ, അവധിക്കാലം എങ്ങനെ ഉണ്ടായിരുന്നു? സ്കൂളിലേക്ക് വരാൻ തോന്നിയായിരുന്നു തിരിച്ച്? ഫ്രണ്ട്സിനൊക്കെ മിസ് ചെയ്തോണ്ടാണ് സ്കൂളിലേക്ക് വരാൻ തോന്നി? പഠിക്കാനുള്ളതുകൊണ്ടോ? പ്രധാനമായിട്ട് ഫ്രണ്ട്സിനെ മിസ് ചെയ്തോണ്ടാണ് സ്കൂളിലേക്ക് വരാൻ തോന്നിയത് അല്ലേ? ഇങ്ങനെ തന്നെയാണ് ഫ്രണ്ട്സിനെ. ഈ പഠനകാലത്ത് നമുക്ക് പറയുകയാണെങ്കിൽ കൂട്ടുകാരാണ് ഏറ്റവും നല്ല കമ്പനി എന്ന് പറയുന്നത്. കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്കും ഭയങ്കര, ഇവരൊക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ കാലമൊക്കെ ഓർമ്മ വരുന്നൊരു കാഴ്ചയാണുള്ളത്. കാരണം ഞാനും ചെറുപ്പത്തിൽ സ്കൂളിലോട്ടൊക്കെ പോയി ഭയങ്കര വാശിയൊക്കെ പിടിച്ചിട്ടായിരുന്നു സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇവരെല്ലാം കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം തന്നെയാണ് ഓർമ്മ വരുന്നത്. 9 മണിയോടുകൂടി പരിപാടിയൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. അതിന്റെ ഒരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കുരുന്നുകളടക്കം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. LP UP വിഭാഗങ്ങളിലായി 50ലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ ഈ ഒരു അധ്യയന വർഷത്തിൽ പുതുതായി സ്കൂളിന്റെ പടിയടക്കം തന്നെ പടി കടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തന്നെയാണുള്ളത്. 9 മണിയോടുകൂടി TJ വിനോദ് MLA ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. തീർച്ചയായിട്ടും വിനയ, പ്രവേശനോത്സവ വിശേഷങ്ങളുമായി അവിടെ തുടരുക. കോഴിക്കോട് നിന്നും അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, കുട്ടികളെല്ലാവരും സ്കൂളുകളിലേക്ക് എത്തി തുടങ്ങിയോ? വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കുട്ടികളെ ഓരോ സ്കൂളുകളിലും സ്വീകരിക്കുന്നത് അല്ലേ?
തീർച്ചയായും ആതിര, ഇവിടെ കുട്ടികളെ സ്വീകരിക്കുന്നതിന് വേണ്ടി കുട്ടികളുടെ സൂപ്പർ ഹീറോസ് എല്ലാം അണിനിരന്നിട്ടുണ്ട്. സൂപ്പർ ഹീറോസിന്റെ കയ്യിൽ ഇപ്പോൾ ഇതാ ബലൂൺ അല്ലാണ്ട് ഞാനൊരു ബലൂൺ കൈക്കലാക്കിയിട്ടുണ്ട്, നമുക്ക് തന്നതാണ്. അപ്പോൾ ഇവിടെ സൂപ്പർ ഹീറോസ് ബെൻറ്റണും അതുപോലെ തന്നെ ജെറി തുടങ്ങിയ മിക്കി മൗസ് തുടങ്ങിയ കുട്ടികളുടെ സൂപ്പർ ഹീറോസ് എല്ലാം ഉണ്ട്. ഇതാ ഇപ്പോൾ ഈ കുട്ടികൾക്ക് ബലൂൺ എല്ലാം കൊടുത്തുകൊണ്ട് കുട്ടികളെ വരവേൽക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികളെല്ലാം തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ വലിയ ആവേശത്തോടു കൂടിയാട്ടോ ഈ കാഴ്ചകളെല്ലാം കാണുന്നത്. ഈ 1ാം ക്ലാസ് പ്രവേശനത്തിലേക്ക് വരുന്ന കുട്ടികളെ കാണുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് പൂക്കളും അതോടൊപ്പം തന്നെ ചെറിയ തൊപ്പികളും ബലൂൺസ് അതുപോലെ തന്നെ ടെഡി ബിയർ തുടങ്ങി കുട്ടികൾക്ക് വലിയ കൗതുകം ഉണർത്തുന്ന ഒരുപാട് കാഴ്ചകളാണ് ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റോബോട്ടിക് ആനയാണ് കുട്ടികളെ സ്വീകരിക്കുന്നതിനായി എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തെയ്യം വേഷം ഇവിടെ കെട്ടിയിട്ടുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വേഷം നേരിട്ട് കാണുന്നത്. ഈ കൗതുകങ്ങളെല്ലാം തന്നെ കുട്ടികളിൽ വലിയ മറ്റൊരു അനുഭൂതിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ചെണ്ടമേളങ്ങളും വാദ്യമേളങ്ങളും കൊണ്ടും എല്ലാം കൊണ്ടും കുട്ടികളെ ആവേശത്തിലാക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് മറ്റൊരു അനുഭൂതി പകർന്നുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഒരു പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ആനയെ തന്നെയാണ് കുട്ടികൾ പ്രധാനമായും നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആനയെ ഇങ്ങനെ നേരിട്ട് കാണുന്നതും അതോടൊപ്പം തന്നെ ഈ റോബോട്ടിക് ആനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനില്ലെങ്കിൽ പോലും ഈ ചെവി രണ്ടും ആട്ടിക്കൊണ്ടും അതോടൊപ്പം തന്നെ തുമ്പിക്കൈ വിടർത്തിയും കുട്ടികൾക്ക് മറ്റൊരു അനുഭൂതിയാണ് നൽകുന്നത്. കൂടാതെ ഈ നേരെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആനയുടെ തൊട്ടടുത്ത് തന്നെ തെയ്യം കെട്ടിയിട്ടുണ്ട്. ഈ തെയ്യം വേഷവും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ആവേശവും അതോടൊപ്പം തന്നെ മറ്റൊരു അനുഭൂതിയാണ് നൽകുന്നത്. കാരണം കുട്ടികളാരും ഇന്ന് വരെ ഈ ഒരു വേഷം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അനുഭൂതിയാണ് ഇതെല്ലാം നൽകുന്നത്. കൂടാതെ കുട്ടികളെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പ്രവേശനോത്സവത്തിനായി കുട്ടികൾ ഓരോരുത്തരും എത്തുന്നത് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കണ്ടുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ സെൽഫി പോയിന്റും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ സെൽഫി പോയിന്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ ഇവിടെ വന്ന് ഫോട്ടോ അടക്കം എടുക്കുന്നുണ്ട്. സെൽഫി പോയിന്റുകളും ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏതായാലും വലിയ ഒരു തുടക്കം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ കുട്ടികളെല്ലാം തന്നെ ഇങ്ങോട്ടേക്കാണ് ഓടി വരുന്നത്. അതായത് ഈ ആനയുടെ വേഷം അതോടൊപ്പം തന്നെ ഈ തെയ്യ വേഷവും കാണുന്നതിനായിട്ടാണ് കുട്ടികൾ ഈ ഭാഗത്തേക്ക് നേരെ വരുന്നത്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു സംവിധാനങ്ങൾ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആരും കരയുന്നില്ല. എല്ലാവരുടെ മുഖത്തും പുഞ്ചിരിയും അതോടൊപ്പം തന്നെ വലിയ ആവേശവും അത്ഭുതകരമായ ഒരു ഇത് തന്നെയാണ്. എങ്ങനെയുണ്ട്? ആനേനെ ഇഷ്ടപ്പെട്ടോ? ആനേനെ ഇഷ്ടപ്പെട്ടോ? തെയ്യം മുന്നേ കണ്ടിട്ടുണ്ടോ? വേഷം മുന്നേ കണ്ടിട്ടുണ്ടോ? തീർച്ചയായും കുട്ടികൾ ആദ്യമായിട്ടാണ് ഈ വേഷങ്ങളും അതോടൊപ്പം തന്നെ ആനയും നേരിട്ട് കാണുന്നത്. കൂടാതെ നേരത്തെ സ്കൂളിൽ നിന്നും പുറത്തു പോയ അതായത് ഈ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ കാണുന്ന ഒരു സന്തോഷവും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ ഇത്തരത്തിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളെല്ലാം തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. കൂടാതെ അടുത്ത സമയത്തിനകം മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഇവിടേക്ക് എത്തും. റഹീം എം എൽ എ അതുപോലെ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. ഇവിടെ രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ്. ആനയുടെയും അതോടൊപ്പം തന്നെ തെയ്യത്തിൻ്റെ അടക്കം ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കളും കുട്ടികളെല്ലാം തന്നെ ഉണ്ട്. ചേച്ചി മോനെയാണോ മോളെയാണോ? 4 മക്കൾ പഠിക്കുന്നുണ്ട്. 4 ആള് പഠിക്കുന്നുണ്ട്. പ്രവേശനത്തിന് ആരാ വന്നേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്കൂൾ ഞാൻ കണ്ടത്, പിന്നെ കണ്ടിട്ടൊന്നുമില്ലേ. തീർച്ചയായും ആദ്യമായിട്ടാണ് ഈ പെരിങ്ങളം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലാതല ഉദ്ഘാടനം പോലും അല്ലെങ്കിൽ ജില്ലാതല പരിപാടി പോലും പെരിങ്ങളം സ്കൂൾ ആദ്യമായിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ എല്ലാം ഒരു സന്തോഷവും അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാ ഒരു മാറ്റമെങ്കിലും ഇവിടെയുണ്ട്. കുട്ടികളാണെങ്കിലും എല്ലാ അധ്യാപകരാണെങ്കിലും എല്ലാവരും ഒരുപോലെ പ്രവർത്തിച്ച് ഈ കുട്ടികളുടെ ആവേശത്തിൽ പങ്കുചേരുന്നുണ്ട്. കുട്ടികളെല്ലാവരും കഥ പറയുകയാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയതിൻ്റെ സന്തോഷം എല്ലാവരുടെ മുഖത്തും ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ കരച്ചിൽ ആരും തന്നെ വരുന്ന ഈ 1ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനം എന്ന് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടത്തിലാണ്. വീട്ടുകാരെ വിട്ട് പോരാനെല്ലാം ഭയങ്കര സന്തോഷത്തിലാണോ? ഞാനെനിക്ക് എന്താ വന്നിട്ട് ഒരു പാട്ട് പാടാം.
വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, ഓരോ വിദ്യാർത്ഥികളും വിദ്യാലയങ്ങളിലേക്ക് എത്തിത്തുടങ്ങി. ചിരിക്കുന്നവരുണ്ട്, കരയുന്നവരുണ്ട്, പുതിയ കൂട്ടുകാരെ കണ്ടെത്തണമെന്നുള്ള ആഗ്രഹത്തോടെ വരുന്നവരുണ്ട്. എങ്ങനെയാണ് പ്രവേശനോത്സവ വിശേഷങ്ങൾ? ഇവിടെ ഏതായാലും വിദ്യാർത്ഥികളെല്ലാം എത്തി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കോട്ടയിൽ സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തിരുവനന്തപുരത്തെ ഒരു സർക്കാർ സ്കൂളാണ്. ഈ സ്കൂളിൽ ഇപ്പോൾ പ്രവേശനോത്സവത്തിന്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ, ക്ലാസ് മുറികളെല്ലാം തയ്യാറാണ്. ഈ പ്രവേശനോത്സവത്തിന്റെ പരിപാടികൾ കഴിഞ്ഞാലുടനെ കുട്ടികൾ ക്ലാസ്സിലേക്ക് കയറും. അതായത് ആദ്യത്തെ ദിവസം ആഘോഷമാക്കാൻ തന്നെയാണ് എല്ലാവരും തയ്യാറായിരിക്കുന്നത്. ഓരോരുത്തരിങ്ങനെ അമ്പരപ്പോടെ കാത്തിരിക്കുകയാണ് ഇവിടെ സ്കൂളിലേക്ക് വന്നിട്ട്. ഓരോ വിദ്യാർത്ഥികളും തയ്യാറെടുത്തിരിക്കുകയാണ്. അവരെല്ലാവരും ഇപ്പോൾ 1ാം ക്ലാസ്സിലെ പ്രവേശനോത്സവം, അതോടൊപ്പം മറ്റു ക്ലാസ്സുകളും ഇപ്പോൾ LP സ്കൂളിന്റെ ഭാഗത്തായതുകൊണ്ട് ഇവിടെ എല്ലാം കുഞ്ഞു കുട്ടികൾ, അതായത് എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. ഓരോ ക്ലാസ്സുകളിലേക്ക് തുടങ്ങുമ്പോൾ ഒരു സന്തോഷം പലരുടെ മുഖത്തുണ്ട്. ചിലരൊക്കെ അതിശയത്തോടെയാണ് ഇരിക്കുന്നത്, ഒരാൾക്കൂട്ടമൊക്കെ കാണുമ്പോൾ തന്നെ. ഏതായാലും ഇവിടെ സജ്ജീകരിച്ച പരിപാടികൾ, ചടങ്ങുകളുണ്ട്. അതായത് സ്ക്രീനിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സ്ക്രീനിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ സ്ക്രീൻ ചെയ്യും. അതോടൊപ്പം എല്ലാ സ്കൂളുകളിലും ഉണ്ടാകും. ഏതായാലും സ്റ്റേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രവേശനോത്സവം രാവിലെ 9 തന്നെ ആരംഭിക്കും. ആ ഒരു സാഹചര്യമാണിത്. കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ ക്ലാസ് മുറിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഓരോരുത്തരെ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ അങ്ങനെ ഓരോ കുഞ്ഞുങ്ങളും ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഓരോരുത്തരും ക്ലാസ്സുകളിലേക്ക് വരാനായിട്ട് ഓരോരുത്തരായിട്ട് അമ്മമാർ കൊണ്ടുവരുന്നുണ്ട്. കുഞ്ഞുങ്ങളെ വീടുകളിൽ നിന്നെല്ലാം എത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇനി അല്പസമയം കൂടെ കഴിയുമ്പോഴാണ് ആ ഒരു ക്ലാസ് മുറികളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു ചൂടിലേക്ക് എല്ലാവരും കിടക്കുന്നത്. അപ്പോൾ ഓരോരുത്തരായി ക്ലാസ്സുകളിലേക്ക് പോകും. അതായത് പ്രവേശനോത്സവം വലിയ രീതിയിൽ ആഘോഷത്തോടെ തന്നെ സംസ്ഥാനത്തുടനീളം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗത്ത് തന്നെ തിരുവനന്തപുരത്തും വലിയ കാര്യമായി തന്നെ ഇവിടെ പരിപാടികൾ നടക്കുന്നുണ്ട്. ഏതായാലും ടീച്ചർമാരെല്ലാം വലിയ സന്തോഷത്തിലാണ്. കുട്ടികളെ വരവേൽക്കുന്നതിനായി ഏതായാലും കുറച്ച് ദിവസങ്ങളായി തന്നെ ടീച്ചർമാരെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടാവും കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഏതായാലും വലിയ ഒരു സന്തോഷം ഇവിടെ ഉണ്ട്. ഓരോ ദിവസവും ഇനിയിപ്പോൾ ക്ലാസ്സുകളിലേക്ക് വരണം. ഇനി അവധിക്കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. ഏത് ക്ലാസ്സിലാണ്? 1ൽ കയറുകയാണോ? ആദ്യമായിട്ടാണ് സ്കൂളിൽ വരുന്നത്? ക്ലാസ് കയറിക്കണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായി സ്കൂളിലേക്ക് വരുന്ന ഒരു കുരുന്നാണ്. 1ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ ആളുകളെയൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു അമ്പരപ്പോടെ തന്നെ കാത്തിരിക്കുകയാണ്. ഏതായാലും കുട്ടികൾക്കായുള്ള ബാഗുകളും സാധനങ്ങളും എല്ലാം ഇവിടെ തയ്യാറാണ്. ഓരോന്നായി എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ക്രീനിങ് സൗകര്യമുണ്ട്. ആദ്യം 9:30 തന്നെ പരിപാടി ആരംഭിക്കും. എന്തായാലും 1ാം ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുസ്തകമായാലും ക്രയോണുകളായാലും അവർക്ക് പാഠ്യേതര വിഷയങ്ങൾ കൂടി, അത് പഠിക്കുന്നതിനപ്പുറം തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യാനായത് ചിത്രം വരയ്ക്കാനുള്ള സൗകര്യങ്ങൾ, അതിലുള്ളതെല്ലാം ഉണ്ട്. ക്രാഫ്റ്റിംഗ് സാധനങ്ങളുണ്ട്. ബാഗുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. വാട്ടർ ബോട്ടിലുകൾ തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്ലാസുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. സ്മാർട്ട് ക്ലാസുകളെല്ലാം തയ്യാറാണ്. ക്ലാസുകളിലുള്ളിലെ തന്നെ ഒരുക്കിയിട്ടുണ്ട് സ്മാർട്ട് ക്ലാസുകൾ. അതോടൊപ്പം കുട്ടികൾക്ക് പഠന അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ഈ സ്കൂൾ മാത്രമല്ല, സർക്കാർ സ്കൂളുകളൊക്കെയും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ 1ാം ക്ലാസ്സിലെ കാര്യം പറയുമ്പോൾ 1ാം ക്ലാസ്സിലേക്ക് ഓരോ ക്ലാസ്സിലും 20-ലധികം കുട്ടികളുണ്ട്. ഏതായാലും ഒരു 80-നും 90-നും ഇടയിൽ കുട്ടികളാണ് ഈ സ്കൂളിൽ മാത്രമുള്ളത്. പ്രവേശനോത്സവത്തിന്റെ ദിവസത്തിന്റെ പുതിയ കുഞ്ഞുങ്ങളെല്ലാം വരവേറ്റിരിക്കുകയാണ്. ക്ലാസ്
ക്ലാസ്സുകളും വളരെ സജ്ജമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എല്ലാതരം ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും പുസ്തകങ്ങളും യൂണിഫോമും എല്ലാം ലഭിച്ചിട്ടുണ്ട്. ഇനി 9:30 ഇവിടെ നടക്കുന്ന ചടങ്ങ്, അതായത് ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങ് 9:30 തന്നെ ആരംഭിക്കും. അത് ഈ എല്ലാ സ്കൂളുകളും, തലസ്ഥാനത്തായാലും മറ്റെവിടെയായാലും എല്ലാ സ്കൂളുകളിലും സ്ക്രീനിംഗ് ഉണ്ട്. ആ സ്ക്രീനിങ്ങിന് ശേഷമാണ് അതിനുശേഷം ഇവിടെ ഒരു ഉദ്ഘാടനം കാണും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ലാസ് റൂമുകളിലേക്ക് കുഞ്ഞുങ്ങൾ കയറും. ഇനി ആദ്യത്തെ 2 ആഴ്ച എല്ലാ ക്ലാസ്സുകൾക്ക് കുട്ടികൾക്ക് പുസ്തകങ്ങൾക്കപ്പുറം പഠനമാക്കുന്ന വിഷയങ്ങളാണ് കൂടുതലും ചർച്ച ചെയ്യുന്നത്. അത് ഒരു പുതിയ രീതി തന്നെയാണ് ഇക്കാലത്തേക്ക്, ഈ ഒരു വർഷമുള്ള രീതിയാണ്. ഏതായാലും 2, 4, 6, 8, 10 ഒക്കെ ക്ലാസ്സുകൾക്ക് പുതിയ സിലബസ് വന്നിട്ടുണ്ട്, പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ പഠനത്തോടൊപ്പം തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങൾ കൂടി പാഠ്യ വിഷയമാകുന്നു. അതൊക്കെ വലിയ കാര്യമാണ്. ഈ വർഷത്തെ കുറേ മാറ്റങ്ങളാണ്. ഏകദേശം സംസ്ഥാനത്തുടനീളം 2.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്നത്. കൃത്യമായ കണക്കുകൾ ഇനി മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും കുഞ്ഞുങ്ങളെല്ലാം തയ്യാറാണ്. നല്ല ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത്. ഇന്നത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന് തലസ്ഥാനത്ത് മഴ ചതിക്കാത്തത് ഒരു വലിയ ആശ്വാസമാണ്. കുരുന്നുകൾക്ക് സന്തോഷത്തോടെ സ്കൂളുകളിലേക്ക് എത്താം. ഈ നീണ്ട വേനൽ അവധിക്കാലത്തിന് ശേഷം സ്കൂളിലെത്തുന്ന സന്തോഷം ഓരോരുത്തരുടെ മുഖത്തും കാണാനാകും. തീർച്ചയായും വിഷ്ണുവും മധ്യവേനൽ അവധി കഴിഞ്ഞ വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്കാണ്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കുരുന്നുകളെ വിദ്യാലയങ്ങളിൽ സ്വീകരിക്കുന്നത്. മധുര പലഹാരങ്ങൾ വിതരണം ചെയ്ത് പഠനോപകരണങ്ങളൊക്കെ വിതരണം ചെയ്തുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാനതല പ്രവേശനോത്സവമുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സമഗ്ര മാറ്റത്തോടെയാണ് ഈ ഒരു പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കുന്നത്. വിവിധ ജില്ലകളിലെ പ്രവേശനോത്സവ വിശേഷങ്ങളുമായി നമുക്ക് തിരിച്ചെത്താം.